ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്ററിൻ്റെ ടാങ്കൊക്കെ ക്ലീൻ ആക്കുകയാണ്. ടാങ്കല്ല, അക്വേറിയം ക്ലീൻ ആക്കുകയാണ്. കണ്ടോ, അക്വേറിയം ഇവിടെ തന്നെ നമ്മൾ കഴുകി സെറ്റാക്കി. കുഞ്ഞുത് അവിടെ നമ്മുടെ കല്ലൊക്കെ ആക്കണം. കുഞ്ഞൊരിയാ കൊടുക്കും ക്യാമറമാൻ. നമ്മുടെ ഷെല്ലും കല്ലുകളൊക്കെ ക്ലീൻ ആക്കണം. പ്രധാനപ്പെട്ട ഈ വീടിൻ്റെ ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയത്തിൻ്റെ ഓണറിനെ നമ്മളിതാ വലിയ ബക്കറ്റിൽ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണ് അവൻ വിരിച്ച് നിൽക്കുന്നുണ്ടോ? നമ്മളെന്താണ് ഇത്രയും വലിയ ബക്കറ്റിൽ ഈ ഒരു മീനിടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കുറച്ച് നേരമെങ്കിലും കുറേ നേരം ഓടിക്കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉണ്ടോ ഗൈസ്? നമ്മൾ ബക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അവിടെ. കുറേ നേരം നമ്മളില്ലെങ്കിൽ ആൾ ഇതിൽ മൊത്തം ഓടി കളിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഷെല്ലുകളൊക്കെ ക്ലീനാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷെല്ലുകളൊക്കെ ക്ലീനാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിതാ ഇതിനടുത്ത് നമ്മുടെ ഷെല്ലുകളൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. നമ്മളിവിടെ ക്യാമറ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ ഗായ്സ്, നമ്മൾ ആ ക്യാമറയൊക്കെ ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഗായ്സ്, ഇതാണ് നമ്മുടെ അക്വേറിയം. ഇത് നമുക്ക് വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കണം. പിന്നെ നമ്മൾ ഫൈറ്ററിൻ്റെ പെണ്ണിനെ മേടിക്കുന്നുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ മേടിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ കല്ല് വീതം വെക്കണം കേട്ടോ. കുറച്ച് കല്ല് ഇതിലിടണം, കുറച്ച് കല്ല് മറ്റേക്ക് ഇടണം. വൃത്തിയാക്കിയത് ഇതാണ്, ഇത് വൃത്തിയാക്കാത്തതാണ്. നമുക്ക് വൃത്തിയാക്കിയ കല്ലുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വൃത്തിയാക്കിയത് ഈ ഒരു ഇതിലാണ് ഇട്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് മറ്റേ അക്വേറിയം എടുത്തിട്ട് വരാം. അതുവരെ കുഞ്ഞു നമ്മുടെ ചെറുതാക്കി ഇതൊക്കെ നല്ലോണം വൃത്തിയാക്കണം. ഇതിൽ നല്ല ചളിയുണ്ട് കേട്ടോ. കേട്ടോ, നല്ല ചളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അതൊരു കുഞ്ഞു ഡ്രസ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇത് നമുക്കൊന്ന് ക്ലീൻ ആക്കണം. നമ്മൾ ചച്ചൂന് ഇതിലാണ് ഇടുന്നത് കേട്ടോ. ചച്ചൂന് നമ്മൾ ഇതിലാണ് ഇടുന്നു. ഇനി നമുക്കിത് കല്ലുകളൊക്കെ ഇതിക്കിടാം. കുറച്ച് കല്ല് അതിക്കി വിടണം കേട്ടോ. നമുക്ക് കഴുകി വെച്ച കല്ലുകളൊക്കെ എടുത്ത് മാറ്റണം. ഇത്രയും നമ്മൾ കഴുകി വെച്ച കല്ല് കിട്ടും. കഴുകി വെച്ച കല്ലൊക്കെ നമുക്കിതാ ഇതിക്കിടാം കേട്ടോ. നമുക്ക് ഷെല്ല് ഇതിലേക്കും അതിക്കി വിടണം. അപ്പോൾ നമ്മൾ ആ ഷെല്ലൊക്കെ വീട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഷെല്ലൊക്കെ വീട് നിൽക്കുന്നുണ്ട്. നമ്മുടെ രണ്ട് അക്വേറിയം വ്യത്യാസമുണ്ട്. ഇത് ചില്ലാണ്, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ രണ്ട് അക്വേറിയത്തേക്കും ഇങ്ങനെ ഒരു പാത്രത്തിൽ ഓട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് കല്ലുകളിടാം. കല്ലുകൾ നമ്മൾ ഇടണം. ആദ്യം നമ്മളെ ചച്ചൂൻ്റെക്ക് ഇടാം. ഇതിൽ നിറഞ്ഞിട്ട് വേണം നമുക്ക് മറ്റേക്ക് ഇടാൻ. ഇതൊന്നും എടുക്കേണ്ടത് വൃത്തിയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നമുക്കിതിൽ കുറച്ചും കൂടി കല്ലിടണം. നമ്മുടെ ഷെല്ലിടണം. ഈ ഷെല്ലിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമാവും. അതാണ് ഈ ഷെല്ല് നമ്മൾ ഇടുന്നത്. ഇത് നമ്മൾ ബീച്ചിൽ നിന്ന് മേടിച്ച ഷെല്ലാണ്. നമുക്ക് ഇതാണ് ഇട്ടെടുക്കാം. പിന്നെ ഇത്രയും ഷെല്ലുകൾ നമുക്ക് ഇതിക്കാണ് ഇടേണ്ടത്. പിന്നെ ഇതും ഷെല്ല് തന്നെയാണ് കേട്ടോ. ഇതും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം കാട്ടുന്നില്ല, ഇതിൽ മാത്രമേ വെള്ളം കാട്ടുന്നുള്ളൂ. അവിടെ കുഞ്ഞിതാ അവിടെ വെള്ളം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കല്ല് കിട്ടണം. ഇത് നമ്മൾ ആ കല്ല് ഇത് നമുക്ക് സുഖമായിട്ട് ഇടാം. ഇത് പ്ലാസ്റ്റിക് ആണ്, മറ്റേ ചില്ലാണ്. അപ്പം നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം. ഇതിൽ നമ്മൾ പെൻ ഫൈറ്ററിനെ മേടിച്ചിടാനാണ്.
അതുവരെ നമുക്ക് ഈ കല്ലുകളൊക്കെ ഇതിൽ തന്നെ ഇടാം. ഇനി ഇതിലും കുറച്ച് ഷെല്ലിടണം, എന്നാലും ഇതിലും തണുപ്പ് കിട്ടും. നമ്മളിപ്പോൾ ഇടണില്ല മീനിന്, നമ്മൾ ഓണത്തിനൊക്കെ നമ്മൾ മേടിക്കുള്ളൂ. വെള്ളം ഒഴിച്ചിട്ടല്ലേ ഷെല്ലിട്, അത് കുഴപ്പമില്ല. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഗൈസ് ഈ കല്ല് ഇതിലിടാം. നമുക്കിത് അടയ്ക്കാട്ടോ. ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. നമ്മുടെ ഫൈറ്റർ അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഫൈറ്ററിനെ കാണിച്ചാൽ നമ്മുടെ ഫൈറ്റർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഫൈറ്ററിനെയാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത പൈപ്പിൽ വെള്ളം എടുക്കണം. നമ്മളിതാ വെള്ളം എടുത്തു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ വെള്ളം എടുത്തു. അപ്പോൾ ഗൈസ് നമ്മളിതാ വെള്ളം എടുത്തു കേട്ടോ. ഇനി നമ്മളെ ഫൈറ്ററിനെ പിടിക്കാം. നമ്മുടെ ഫൈറ്റർ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ പിടിച്ചിരിക്കണം. ഇത്തിരി ബാക്കോട്ട് എടുക്കണം. നമ്മുടെ ക്ലീനാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിതിലാണ് പെണ്ണിനെ ഇടുന്നത്. അങ്ങനെ എടുക്കണ്ട, ബാക്കോട്ട് എടുക്കും. അതായത് നമ്മൾ ക്ലീനാക്കലൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് ഇവിടെയൊക്കെ തുടച്ചു കൊടുക്കണം. അതിന് നമുക്കൊരു തുണി എടുക്കാം. അപ്പോൾ നമ്മളിത് വെച്ച് ഇങ്ങനെ തുടയ്ക്കാം. അതാണെങ്കിൽ നമ്മുടെ മീനുകളെ പെട്ടെന്ന് കാണും. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു അടപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയാലോ. നമ്മുടെ ഇത് കുറച്ച് നേരം ഉണങ്ങണം കേട്ടോ. നമ്മുടെ ഫൈറ്ററിൻ്റെ മെയിൻ സ്ഥലമാണ് ഇവിടെ കേട്ടോ. പിന്നെ ലൈറ്റ് ഇട്ടിട്ട് വരാം കേട്ടോ. നമ്മുടെ ഡൈനിങ് ഹാളാണ് വെക്കുക. ഇതാണ് നമ്മുടെ ഫൈറ്ററിൻ്റെ തീറ്റ. എന്തിനാണ് അങ്ങനെയൊക്കെ എടുക്കുന്നത്? അപ്പോൾ ഗൈസ് നമ്മുടെ ഫൈറ്ററിന് പുതിയ തീറ്റ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ നോക്കൂ ഗൈസ്, നമ്മളിതാ തീറ്റ എടുക്കുകയാണ്. പുതിയ തീറ്റ പുതിയ വള്ളത്തേക്കാണ് ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള തീറ്റ നമുക്ക് ഇതിക്കാൻ ഇടാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇതിനും അടപ്പെടുത്തിനാകും. നമ്മളെ മറ്റാക്കോര എടുത്തിട്ടായിരുന്നു. നമ്മുടെ മറ്റാക്കോര ഇതിൽ നമ്മൾ മീനിടും. അതായത് നമ്മുടെ പെൺ ഫൈറ്ററിനെ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാനൊക്കെ ഇടാം. അത് അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ ഫൈറ്ററിൻ്റെ വീഡിയോസ്. ഇത് ആദ്യത്തെ ഫൈറ്ററിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിതുവരെ ഫൈറ്ററിൻ്റെ ഒരു വീഡിയോയും നമ്മൾ എടുത്തിട്ടില്ല. നമ്മളിങ്ങനെ വെക്കുന്നുണ്ട്. കുറച്ച് ഒരു ഓണൊക്കെ ആകുമ്പോൾ ഓണാവാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഫൈറ്ററിനെ മേടിച്ച് സെറ്റാക്കാം. നമ്മുടെ ഫൈറ്ററിനെ നമുക്ക് സെറ്റാക്കാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊളിക്കാൻ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. എല്ലാവർക്കും ബൈ ബൈ.